നിങ്ങളുടെ പേര് മാറ്റാൻ നിങ്ങൾക്ക് ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേര് മാറ്റുമോ? ആ പേരല്ലാതെ നിങ്ങൾ വേറെ എന്ത് പേരായിരിക്കും നിങ്ങൾക്ക് കൊടുക്കുക? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവരുടെ പേരല്ലാതെ അവർ വേറെ അവർക്ക് ഇടുന്ന പേരെന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേരെന്താണ്? എൻ്റെ പേര് കാർത്തിക്. കാർത്തിക്കിന്റെ പേരല്ലാതെ വേറൊരു പേര് കാർത്തിക് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏത് പേരായിരിക്കും കൊടുക്കുക? അങ്ങനെ നോക്കുകയാണെങ്കിൽ വല്ല ഇംഗ്ലീഷ് ടൈപ്പ് പേരുകളായിരിക്കും കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പേരുണ്ടോ? അതായത് എനിക്ക് ഈ ഒരു പേരാണെങ്കിൽ അടിപൊളിയായിരുന്നു തോന്നണേ. എന്താ ആശിഷ് എന്നൊക്കെ ഉള്ള ഒരു ഇന്റർനാഷണൽ പേരൊക്കെ ഞാൻ ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ജോണി, അങ്ങനത്തെ സാധനമൊക്കെ നല്ലതാണ്. ഡിക്കാപ്രിയോ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ നെയിം ഇഷ്ടമാണ്. ഡിക്കാപ്രിയോ ഒക്കെ അതെ, എനിക്ക് ചേരുന്ന പേര്. എന്താ പേരെന്താ? ശ്രീനിധിക്ക് തന്നെ തന്റെ പേര് മാറ്റാൻ ഒരു അവസരം കിട്ടാണ്. അപ്പൊ താൻ ഏത് പേരായിരിക്കും തനിക്ക് ഇടാ? ഇല്ല, എനിക്ക് എന്റെ പേര് തന്നെ ഇഷ്ടമാണ്. എന്നാലും ഇല്ല വേറെ പേര് ശ്രീനിധി തന്നെ മതി. ആരെ ട്രൈ പേരെന്ന് അറിയോ? എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ടാന്ന് തോന്നുന്നു. ഇഷ്ടമാണ്, സ്വന്തം പേര് ഇഷ്ടമാണ്. വെറൈറ്റി അല്ലേ? വെറൈറ്റി ആണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ലോക്മിത്ര. എന്താ? ലോക്മിത്ര. ഈ ലോകമിത്രയുടെ പേര് ലോകമിത്ര എന്നല്ലാതെ ലോകമിത്രക്ക് വേറൊരു പേര് ഇടാൻ പറ്റുകയാണെങ്കിൽ എന്ത് പേരായിരിക്കും ലോകമിത്ര കൊടുക്കുക? എനിക്ക് ആക്ച്വലി എന്റെ പേരാണ് കൂടുതൽ ഇഷ്ടം. ലൈക്ക് ഇപ്പൊ എവിടെ ചെന്നാലും ഒരു റെയർ നെയിമാണ്. പ്രത്യേകിച്ച് വേറെ ഒരു പുതിയ പേര് ഇടണമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചുള്ള. എന്നാലും ഇപ്പൊ ഒരു സെക്കൻഡറി ആയിട്ട് ഒരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തനിക്ക് ആപ്റ്റ് ആയിട്ടൊരു പേര് അതായിരിക്കും? ആപ്റ്റ് ആയിട്ടുള്ള പേര് എന്റെ പേര് തന്നെ. ലൈക്ക് എന്റെ പേര്, ഞാൻ എന്റെ പേരിൽ ആണ് ജീവിക്കുന്നത്. ലൈക്ക് എല്ലാരും എന്റെ പേര് ലോക്മിത്ര എന്നാണ്, ഫ്രണ്ട് ഓഫ് വേൾഡ്. അപ്പൊ അതേപോലെ തന്നെ എനിക്ക് കൂടുതൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, കുറെ സർക്കിൾസ് ഉണ്ട്. അപ്പൊ എന്റെ പേര് ഞാനായിട്ട് ഭയങ്കരമായിട്ട് യുണീക്കാണ്. യുണീക്ക് മാത്രമല്ല, ഞാനായിട്ട് ഭയങ്കര ബോണ്ടഡ് ആണ് എന്റെ പേര്. അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ ഇതില്ല. എന്റെ പേരെന്താ? സിയയുടെ പേര് മാറ്റി സിയക്ക് വേറൊരു പേരിടാൻ സ്വയം തോന്നുകയാണെങ്കിൽ ഏത് പേരായിരിക്കും ഇടുക? എനിക്ക് എന്റെ പേര് ഭയങ്കര ഇഷ്ടമാണ്. തോന്നിയിട്ടില്ല ഇതുവരെ. മാറ്റണം തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത്ര ഇഷ്ടപ്പെടാൻ കാരണം? സിയ അങ്ങനെ കോമൺ പേരല്ലല്ലോ. ഒരു 3 പേരുള്ള പേരായതുകൊണ്ടാണോ? അല്ലല്ല, അതില്ല, 4 ലെറ്റേഴ്സ് ഉണ്ട്. അങ്ങനല്ല, എനിക്ക് സിയ എന്നുള്ള പേര് അങ്ങനെ കോമൺ നെയിംസ് അല്ല, നെയിം അല്ല, അതുകൊണ്ട് സ്വയം പേര് ഇഷ്ടമാണ്. എന്തായാലും ഇഷ്ടമാണ്. നിക് നെയിം എന്താണ് അപ്പൊ വീട്ടിൽ വിളിക്കുന്നതൊക്കെ? സിയാൻ തന്നെയാണ് വിളിക്കുന്നത് വീട്ടില്? സിയാമോൾ എന്റെ പേര്. അപ്പൊ അതനുസരിച്ച് സിയാമോൾ തന്നെയാ വിളിക്കുന്നല്ലേ. ബ്രോയുടെ പേരെന്താ? റൌഫ് ബ്രോക്ക് ചാൻസ് ഇട്ടാണ് ബ്രോയുടെ പേര് മാറ്റി വേറൊരു പേരിടാൻ. ഏത് പേരായിരിക്കും ബ്രോക്ക് തന്നെ ഇടുക? അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഇതെന്റെ പേര് ഇഷ്ടമാണ്, തന്റെ പേര് ഇഷ്ടമാണ്. റൌഫ് എന്നുള്ള പേര് ഇഷ്ടമാണ്. എന്താണ് വിളിക്കുന്നത് വീട്ടിൽ? റൌഫ് തന്നെയാണ്. ഇഷ്ടമുള്ള പേരാണ്. ഫുൾ പേര് അബ്ദുൾ റൌഫ് എന്നാണ്, പക്ഷെ എല്ലാവരും റൌഫ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ്. വേറെ പേര് താല്പര്യമില്ല. ഇനി ആയില്ലേ, ഇനി എന്ത് പേര്? 35 വയസ്സായി. എന്താ പേര്? നന്ദന. നന്ദനയ്ക്ക് ഉണ്ടല്ലോ. അപ്പൊ നന്ദനയുടെ പേര് മാറ്റി വേറൊരു പേര് നന്ദനയ്ക്ക് ഇടാൻ തോന്നുകയാണെങ്കിൽ ഏത് പേരായിരിക്കും നന്ദനയ്ക്ക് ഇടുക? അതായത് ഈ പേരിനെ എനിക്ക് ഈ പേര് നല്ല ഇഷ്ടമാണ്, ആ ഒരു പേര് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു പേര്. അതിഷ്ടലക്ഷ്മി. എന്താണ് ആ പേരിന്റെ പ്രത്യേകത? ഇഷ്ടമാണ്. ഓക്കെ. ബ്രോയുടെ പേരെന്താ? എന്റെ പേര് അമർനാഥ്. അപ്പം അമർനാഥിന് ഒരു പേരിടാൻ അവസരം കിട്ടാണ്. അപ്പൊ അമർനാഥിന് എന്ത് പേരായിരിക്കും ഇടുക? ഇത് തന്നെയാണ് അടിപൊളി. നെഞ്ചു പിരിച്ചു പറയാൻ പറ്റുന്ന പേരാണല്ലോ അമർനാഥ് ശിവാദ്. ഞാൻ ഇതിൽ അഭിമാനിക്കുന്നു. വേറൊരു പേരെന്തായാലും ബ്രോക്ക് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടില്ല? ഇല്ല. എനിക്കിപ്പോ 3ഓളം പേരുണ്ടല്ലോ. അമറുണ്ട്, നാർന്ന് വിളിക്കാം, ശിവാന്ന് വിളിക്കാം, ശശിവിഷ്, അമർനാഥ് വിളിക്കാം. അപ്പൊ ഇഷ്ടമുള്ള പോലെ. സ്വന്തം പേരിനോട് ഇഷ്ടമാണ്? വളരെയധികം ഇഷ്ടമാണ്, പ്രണയാണ്. ചിലവർക്ക് പേര് സ്വന്തം ഇഷ്ടമല്ല, എനിക്ക് ഈ പേര് എന്തിനാന്നൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ട്. ഇതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്റെ അച്ഛൻ എടുത്തൊരു ഏറ്റവും നല്ല തീരുമാനത്തിലൊന്നാണ് ഈ ഒരു പേര്. നിക് നെയിം എന്താണ്? അപ്പൊ സ്നേഹം കൂടുമ്പോ ആൾക്കാർ തെറിവിച്ച് ബാക്കി എല്ലാം വിളിക്കും. എന്താണ് വീട്ടിലുള്ള സ്നേഹം കൂടുമ്പോ വിളിക്കുന്നത്? അമർനാഥ്. എന്താ പേര്? ആര്യ. ഇപ്പൊ തനിക്ക് വേറൊരു പേര് തന്നെ ഇടാൻ ഉദ്ദേശിക്കേണ്ട ഏത് പേരായിരിക്കും താൻ ഇടുക? തിയാര. എന്താണ് അതിന് പ്രത്യേകിച്ച്? തനിക്ക് അതാണ് ആപ്റ്റായെന്ന പേര് തോന്നിട്ടുണ്ടോ? ടിയാര. ആര്യ എന്ന് പറഞ്ഞ പേരിൽ സാറ്റിസ്ഫൈഡ് ആണോ?
ഇഷ്ടമാണ് സ്വന്തം പേരിനോട്. ഓക്കെ. സൂഫിയ സൂഫിയ സുഫിയ, അനീറ്റ. അനീറ്റ. അപ്പൊ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് മാറ്റി വേറൊരു പേര് ഇടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ചാൻസ് ഇട്ടാണ്. അപ്പൊ നിങ്ങളുടെ പേര് എന്തായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? വേറെ എനിക്ക് ക്രിസ്ത്യൻ നെയിം വല്ല ഇടാനായിരിക്കും കൂടുതൽ താല്പര്യം. സുഫിയ മാറ്റിട്ട് വേറെ ഏത് പേരായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര്? എനിക്കിത് മതിയായിരുന്നു എന്ന് തോന്നണം. ജെസിക്ക, ജെസിക്ക. അങ്ങനെ കുറച്ച് ക്രിസ്ത്യൻ ആയിട്ട് കുറച്ച് വെറൈറ്റി നെയിംസ് ഒക്കെ ഇല്ലേ, അമേരിക്കൻ സ്റ്റൈലിലൊക്കെ ജെസിക്ക, അങ്ങനത്തെ നെയിംസ്. ഓക്കെ. ഇവിടെ എന്താ പേര് പറഞ്ഞേ? എന്റെ അനീറ്റ. അനീറ്റ. അനീറ്റയുടെ പേരല്ലാണ്ട് വേറെ പേരാണെന്ന് അനീറ്റയാണെന്ന് തോന്നുന്നത്. ജൂലിയറ്റ്. ജൂലിയറ്റ്. എന്താണ് ജൂലിയറ്റ്? കേൾക്കാൻ കുറച്ചുകൂടെ കൊള്ളാം തനിക്ക് ചേരുന്ന പേര് ജൂലിയറ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. തോന്നി. സംഗീത. പേരെന്താ? ടീന. അപ്പൊ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് മാറ്റാൻ ഒരു അവസരം കിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ പേര് എനിക്കിതാണ് നല്ലതെന്ന് തോന്നണം, നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന പേര് ഏതായിരിക്കും? ശ്രുതി. എവിടെയോ? അന്ന. എന്തുകൊണ്ടാണ് അന്ന എന്നുള്ള പേര്? എന്താണ്? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. തനിക്കത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് പേര്? അല്ല മറ്റേ ശ്രുതി. ഓക്കെ.